കൊടി, നിന്റെ ദേഷ്യം ഞാൻ മനസ്സിലാക്കുന്നു. വ്യക്തിജീവിതം വേറെ, രാഷ്ട്രീയ ജീവിതം വേറെ. ആ 200 കോടി മുഴുവനും ഇദ്ദേഹം സ്വന്തം പോക്കറ്റിൽ ഇട്ടതല്ലാതെ നീ മനസ്സിലാക്കുക. ഇത് വലിയ തെറ്റ് തന്നെയാ. ഇത് നോക്ക്, ഈ ഇലക്ഷനിൽ നമ്മൾ ജയിക്കുമെന്നാണ് മീഡിയ എല്ലാം പറയുന്നത്. ജയിച്ചു വന്നാൽ ഉടനെ ആ വേസ്റ്റ് എല്ലാം അവിടുന്ന് മാറ്റാം, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം, അവിടുത്തെ മണ്ണ് ശുദ്ധീകരിക്കാം. ഇതെല്ലാം പാർട്ടി ഫണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അതുവരെ ഇക്കാര്യം ആരും അറിയരുത്. ആ പേപ്പറൊക്കെ തന്നിട്ട് പോകാൻ പറ. കൊടി, അത് തന്നിട്ട് പോകും. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടല്ലോ നേതാവേ. ഇതെന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും. നേതാവേ, ഒരു മര്യാദ ഇല്ലാതെ സംസാരിച്ചത്. പുറത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞാലോ? ഞാൻ പേരിട്ട പയ്യന് എൻ്റെ പേര് നശിപ്പിക്കില്ല. എത്ര കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്നത്. ഒന്നും അറിയാത്ത ആ മക്കൾ എന്ത് തെറ്റാ ചെയ്ത്? നമുക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി അവരെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നേതാവിനോട് ഞാൻ ചൂടായിട്ട് സംസാരിച്ചേ. ഇത്രയും പ്രശ്നമാവുമായിരുന്നെങ്കിൽ ആ എവിഡൻസ് എനിക്ക് തന്നാൽ പോരായിരുന്നു. ഞങ്ങളുടെ പാർട്ടി ഇത് ഏറ്റെടുത്ത് ഇഷ്യൂ ആക്കി തീ കൊളുത്തി വിട്ടേനെ. ആഹാ, എന്നിട്ട് നിങ്ങളുടെ കുളിര് മാറ്റാനോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ആ എന്ത് വേണേലും ചെയ്യും. ആനമല ഫാക്ടറിയിലെ മെർക്കുറി വേസ്റ്റുകൾ മുഴുവനും അവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മുതലാളിമാർക്ക് അനുകൂലമായി സംസാരിച്ച് മാധവൻകുട്ടി പണം വാങ്ങിയിട്ടാണ് ഇതൊക്കെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ വേസ്റ്റുകൾ ഇന്ന് വരെ നീക്കം ചെയ്തിട്ടില്ല. ഇതിന്റെ തെളിവുകൾ ഞാൻ എത്രയും വേഗം വെളിച്ചത്ത് കൊണ്ടുവരും. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മരണം വരെ ഞാൻ പോരാടും. ഒന്നും പുറത്തു പറയില്ലെന്നല്ല പറഞ്ഞത്. ടിവിയിലും പത്രത്തിലും ചോർത്തി കൊടുത്ത് നേതാവിനെ പാർട്ടിനെ നാറ്റിച്ചിരിക്കുക, അതും പ്രതിപക്ഷത്തിന്റെ ആള് മുഖേന. പാർട്ടിക്കാരൻ പറ, എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഇതാ നോക്ക്, നമ്മുടെ ലവ് മാത്രം പേഴ്സണൽ എന്ന് നീയല്ലേ പറയാറ്? പാർട്ടി യോഗങ്ങളിൽ എന്റെ കുറ്റം നീ പറയുന്നതും നിന്റെ കുറ്റം ഞാൻ പറയുന്നത് എപ്പോഴും നടക്കാറുള്ളതല്ലേ? ഇത് എനിക്കും എൻ്റെ നേതാവിനും ഇടയ്ക്കുള്ള പ്രശ്നമാണ്. ഇനി ഞാനെങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുന്നത്? എന്തിനിങ്ങനെ വെറുതെ ഫീൽ ചെയ്യുന്നേ? ഒരു വിധത്തിൽ നിനക്കിത് പ്ലസ് തന്നെയാ. ഇപ്പം ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രഷർ കൊണ്ട് നിങ്ങളുടെ നേതാവ് തന്നെ ആക്ഷൻ എടുക്കും. നമ്മൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പരിശ്രമിക്കുന്നത്? നീ ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമല്ല, ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ചെയ്തതാ. അതെ, അതിലെന്താ തെറ്റ്? അതല്ല രാഷ്ട്രീയം. നിന്നെപ്പോലെ കിണറ്റിലിട്ട കല്ല് പോലെ നിശ്ചലമാവരുത്. മുകളിലേക്ക് വരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നാളെ നീ തന്നെ കാൻഡിഡേറ്റ് ആയാലും നിന്നെ തോൽപ്പിച്ച് എങ്ങനെ ജയിക്കണമെന്നാ ഞാൻ ആലോചിക്കാം. ആ ചേട്ടാ പറയും. എവിടെയുള്ളത് നീ? വേഗം പാർട്ടി ഓഫീസിലേക്ക് വാ. ശരി. എന്താ കൂടി വല്ല പ്രശ്നമുണ്ടാ? ഞാൻ സീരിയസ് ആയി പറഞ്ഞിട്ടും എന്തിനാ നീ അങ്ങനെ ചെയ്തേ? സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലേ ഇത്. ആർക്കും അറിയാത്ത ഈ കാര്യം പുറത്തു വന്നു വെച്ചാൽ എന്താ അർത്ഥം? ഒന്നെങ്കിൽ ഭരണപക്ഷത്തിന് വിശ്വസ്തനായിരിക്കണം, അല്ലെങ്കിൽ നീ കാശ് വാങ്ങിയിട്ടുണ്ടാവണം. ചേട്ടാ, ഇത് പാർട്ടി ഓഫീസല്ല, എൻ്റെ അച്ഛൻ ജീവിച്ച വീടാ, എൻ്റെ കുടുംബമാണ്. എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് 10 വർഷമായി. അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം പോലും തരാറില്ല. ഞാൻ അമ്മയെന്ന് പോലും ശരിക്കൊന്നും വിളിക്കാറില്ല. ഇതെല്ലാം സഹിച്ച് ഞാനിവിടെ നിൽക്കുന്ന നേതാവിനും പാർട്ടിക്ക് വേണ്ടി മാത്രമാണ്. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യില്ല. കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഇത് കേട്ട് നേതാവ് ചിലപ്പോൾ മയങ്ങുമായിരിക്കും, പക്ഷെ ഞങ്ങൾ അതിന് കിട്ടില്ല. ചേട്ടാ, നേതാവ് സംസാരിക്കട്ടെ. നിന്റെ മേലുണ്ടായിരുന്ന എൻ്റെ വിശ്വാസം നീ തന്നെ നഷ്ടപ്പെടുത്തി. നേതാവേ, ഇനി ഞാൻ വിളിച്ചു പറയാതെ നീ പാർട്ടി ഓഫീസിലേക്ക് വരണ്ട. എൻ്റെ വാക്കിന് നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിൽക്കരുത്. കൊടി ചേട്ടാ, കൊടി അങ്ങനെയുള്ള ആളെ